ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കടി ഉണ്ടാക്കണില്ല എന്നങ്ങോട്ട് വിചാരിച്ചു. കടി ഉണ്ടാക്കണില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പൊറാട്ട വാങ്ങിക്കാൻ പോകും. അപ്പോൾ അങ്ങനെ ഏതായാലും പൊറാട്ട ഇങ്ങോട്ട് വാങ്ങിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളെയും കൂടിയാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. ആകാശത്ത് ഇങ്ങനെ നോക്കിയാലേ നമ്മുടെ റോക്കറ്റ് പോയ വര ഇങ്ങനെ കാണും കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ ഒരു ചെറുപ്പത്തിൽ ഒരു നൊസ്റ്റു ഇങ്ങനെ ഫീൽ ആ വര ഇങ്ങനെ കാണുമ്പോഴേ ഒരു മനസ്സ് കാണില്ലേ. അപ്പോൾ ആ മനസ്സൊക്കെ നിങ്ങൾക്കോട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഞാനും ഫാദിയും കൂടിയാണ് കേട്ടോ ഇന്ന് പൊറാട്ട വാങ്ങിക്കാൻ പോകുന്നത്. കൂടെ ആരാ പോരുന്നു വെച്ചാൽ അവരായിരിക്കും പിന്നെയുള്ള എൻ്റെ ക്യാമറാമാൻ കേട്ടോ. മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഇവർ നോക്കൂല കേട്ടോ. പിന്നെ നല്ല ഫുട്ബോൾ കളിയായിരിക്കട്ടെ. നേരെ വൈകിയാലും ഇല്ലെങ്കിലും നമുക്കല്ലേ പ്രശ്നം, അവർക്ക് എന്ത് പ്രശ്നം. അങ്ങനെ ഞാനും ഫാദിക്കുട്ടിയും കൂടെ പോവാണ് കേട്ടോ. ഒരു വീട്ടിലേക്കാണ് പോകുന്നത്, കടയിലേക്കൊന്നല്ല കേട്ടോ നമ്മൾ പൊറാട്ട വാങ്ങിക്കാൻ പോകുമ്പോൾ. ഈ റോഡ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു വില്ലന്റെ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു റോഡ് കാണാൻ. അങ്ങനെ നമ്മുടെ പൊറാട്ട വാങ്ങിക്കുന്ന ആ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ പൊറാട്ടയും അതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഹോട്ടലിലേക്ക് കൊണ്ടേ കൊടുക്കാൻ തോന്നുന്നു. ഇവിടെ വലുതായിട്ട് കച്ചവടം കാര്യങ്ങളൊന്നുമില്ല. ഇവർ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കടകൾ കൂടി കൊടുക്കുക അങ്ങനെ എന്തൊരു പരിപാടിയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 8:30 മുന്നേ പോയാലേ നമുക്ക് സാധനം കിട്ടും. ഈ ഒരു വീട് കുഞ്ഞാക്കാക്കൊന്നും അറിയില്ല കേട്ടോ. ഇത് ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ച് സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് കടി ഉണ്ടാക്കാത്തൊരു ടൈമിലേ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണല്ലോ. ഏതായാലും പൊറാട്ടയൊക്കെ വാങ്ങി വന്നോട്ടോ. മൊട്ടം വെയിലിച്ചാലും ഒരു ഭയങ്കര വെയിലട്ടോ. കണ്ണ് കടിക്കണത്, വണ്ടി വിടാൻ പറ്റും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടുന്ന് പോകുന്ന വീട്ടിൽ രാവിലെ കുഞ്ഞാക്കവരെ മദ്രസക്ക് കൊണ്ടുപോയാക്കാൻ പോയി വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ വട. അപ്പോൾ ഏതായാലും പൊറാട്ടയുടെ കൂടെ വടയും കൂടെ അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. എന്ത് കഴിക്കണ സാധനം കൊടുത്താലും കുറേ ടൈം നമ്മൾ വെക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അപ്പം തന്നെ അത് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. സാധാ എന്തെങ്കിലുമൊക്കെ കടിയാണെങ്കിൽ ചായ കുടിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വിളിക്കണം. ഇതാകുമ്പോൾ പിന്നെ ഇങ്ങനെ ക്യൂ നിൽക്കണ പോലെ ആയിരിക്കും. ഇത് നമ്മളിങ്ങനെ എടുക്കണത് നോക്കിയിട്ട് രണ്ടുപേരും ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്ത് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാനും കൂടെ അവരെ കൂടെയാണ് കൂടി ഏതായാലും ബിഗ് ബോസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കണ്ടിട്ട് തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ പ്രത്യേകം പറയണല്ലോ, ലൈക്കും സബ്സ്ക്രൈബും മറക്കൂലല്ലോ.